തമ്പുരാട്ടി, ഈ മുറജപം മുറജപം ആരുടെ ഒരു ഉപദേശം അനുസരിച്ചാണ്? ഇപ്പോൾ തരണല്ലൂർ നമ്പൂരിപ്പാണ്ട് ഉപദേശം അനുസരിച്ചാണോ, അതോ അങ്ങനെ ആരുടെയെങ്കിലും ഉപദേശം അനുസരിച്ചാണോ മഹാരാജാവ് ആരംഭിക്കുന്നത്, മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആരംഭിക്കുന്നത്? തിരുമനസ്സിന് നാട്ടിൻ്റെ ശ്രേയസ്സിനും ഐശ്വര്യത്തിനുമൊക്കെ എന്തെങ്കിലും ശക്തമായിട്ട് ചെയ്യണമെന്ന് അതിമോഹമുണ്ടായിരുന്നു. യുദ്ധം കഴിഞ്ഞു, നാട് കരഞ്ഞു, നാട് ഏങ്ങി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് സമാധാനം വന്നപ്പോൾ ആ മുറിവുകൾക്കൊക്കെ എണ്ണ തേക്കുന്ന പോലെ, അത് മാത്രമല്ല നാട്ടിൻ്റെ ഒരു ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കുമൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. പലരും പറയുന്നത് പാപം ചെയ്തു, പാപത്തിൻ്റെ പരിഹാരമായിട്ടാണെന്ന്. അതല്ല, ഇത് നാട്ടിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്യണം എന്നുള്ള തിരുമനസിൻ്റെ മനസ്സിൽ. അപ്പോൾ ഇത്രയും വലിയൊരു സംഭവമാണ്, വളരെ വലിയ രീതിയിലൊക്കെയാണ് അത് വരുന്നത്. അപ്പോൾ അതിനൊരു ഉപദേശത്തിന് വേണ്ടി മലബാറിൽ നിന്നും പിന്നെ തിരുനെൽവേലിയിൽ നിന്നും മധുരയിൽ നിന്നും ഉണ്ടെന്ന് തോന്നുന്നു മഹാപണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി അവരുമായിട്ട് ചർച്ച ചെയ്ത്, അവരുമായിട്ട് പിന്നെ തൃശ്ശൂർ വാദ്യാൻ, തിരുനാവാ വാദ്യാൻ ഇവരൊക്കെ ഉണ്ട്. തമ്പ്രാക്കളും കണ്ടിരിക്കും, ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ കണ്ടിരിക്കും. നമ്പൂരിപ്പാടന്മാർ, സ്വന്തം തന്ത്രിമാർ, ഇവയെല്ലാവരുമായിട്ടിരുന്നുള്ള ചർച്ചയെല്ലാം ചെയ്ത് അവരാവിഷ്കരിച്ച ഒരു പദ്ധതി, ഒരു പ്രവർത്തന പദ്ധതി പോലെയാണ് അതെല്ലാം നിശ്ചയിച്ചതും അത് മുമ്പോട്ട് പോയതുമൊക്കെ. വളരെ വിപുലം. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ആ ഒരു ചിട്ടകളൊക്കെ, വേദങ്ങൾ, ഋഗ്വേദം ഒരു മുഴുവനും ചൊല്ലാനായിട്ട്, ഒരു ആവർത്തി മുഴുവൻ ചൊല്ലാനായിട്ട് 8 ദിവസം വേണം. അപ്പോൾ അങ്ങനെ 8 ദിവസം ഒരു മുറ, അങ്ങനെ 7 മുറയാകുമ്പോൾ 56 ദിവസമായിട്ട് ലക്ഷദ്വീപത്തിലേക്ക് വന്ന് അവസാനിക്കുകയാണ്. ഋഗ്വേദം മാത്രമല്ല, ഇപ്പോഴും 4 വേദം, ചതുർവേദ പദ്ധതിയായിട്ട് 4 വേദങ്ങളും ഉണ്ട്. അത് മാത്രമല്ല, ഈ വേദങ്ങളുടെ ഓരോ ഡിവിഷൻസ് ഉണ്ട്, ഒരുപാട് അംഗങ്ങൾ, ഉപാംഗങ്ങൾ, അതെ, ശാഖകളുണ്ട്. അപ്പോൾ അത് കൃഷ്ണയജുർവേദം, മറ്റേ ശുക്ലയജുർവേദം, തൈത്രേയ ശാഖ, ഇങ്ങനെയൊക്കെ ഒരുപാട് സബ് ഡിവിഷൻസ്, അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അതൊരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വലിയ ഒരു സംഭവമായിട്ട് തന്നെയാണ് നമുക്കും തോന്നുന്നത്. നമുക്കെല്ലാം ഒന്നും മനസ്സിലാവുകയില്ല. മനസ്സിലായില്ലെങ്കിൽ പോലും ആ നാദം നമ്മുടെ കർണങ്ങളിൽ പതിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വൈബ്രേഷൻ, ഒരു റീചാർജിങ്, ദേഹത്തിനും മനസ്സിനും ഒക്കെ, ഒരു ഹൃദയത്തിനും ഒക്കെ ഒരു റീചാർജിങ് പോലെയാണ്. അപ്പോൾ അങ്ങനെ മാത്രം ഇത്രയും പണ്ഡിതന്മാർ പലരും പുസ്തകങ്ങളൊന്നും ഇല്ലാതെ കാണാതെ ഹൃദ്യസ്ഥമായിട്ടാണ് ചൊല്ലുന്നത്. ഭൂരിഭാഗം അങ്ങനെയാണ്. കൊച്ചു കുട്ടികൾ വരെ കൊണ്ടിരുന്നുണ്ട് പഠിപ്പിച്ച്. അതൊക്കെ വലിയൊരു സന്തോഷമായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഇതിനെല്ലാം ഇപ്പോൾ 7 മുറ 8 ദിവസം 7 മുറ. അപ്പോൾ ഈ 50 ഇത്രയും ദിവസം, ഈ മുറജപ സമയം മുഴുവനും ദേവനെ നാദം കൊണ്ട് ഉപാസിക്കുകയാണ്. നാദബ്രഹ്മോപാസനയായിട്ടാണ് പോകുന്നത്. ഒടുക്കലത്തെ ദിവസം അതിൻ്റെ കൂടെ തേജബ്രഹ്മോപാസനയും കൂടെ, ലക്ഷദീപങ്ങൾ കത്തിച്ച് ഭഗവാനെ ആരാധിക്കുക. ഞാൻ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആരാധിക്കുക മാത്രമല്ല, എഡോർ ഹിം വിത്ത് ഓവർ എ ലാക്ക് ഓഫ് ലാംപ്സ്. ആ വെളിച്ചത്തിൻ്റെ പ്രകാശം കൊണ്ട് ഭഗവാനെ അങ്ങനെ സേവിക്കുക. അപ്പം അങ്ങനെ പറയുമ്പോൾ ലക്ഷം എന്ന് പറയുമ്പോൾ 1000 തന്നെ, 1000 എന്ന് പറഞ്ഞാൽ തന്നെ സർവം എന്ന് പറയും, നമ്പർ വൈസ്. ഇപ്പോൾ ലക്ഷം എന്ന് പറഞ്ഞാൽ ലക്ഷം തന്നെ കാണുമോ എന്നുള്ളത് എനിക്കറിയാൻ വയ്യ. പക്ഷെ ഒരു ഏകദേശം ഉട്ടമിട്ട അത് വരും, ലക്ഷത്തിൽ തന്നെ വരും ആ വിളക്കുകൾ. അങ്ങനെ ഭഗവാനെ രണ്ടും കൊണ്ട്, നാദബ്രഹ്മോപാസനയും തേജബ്രഹ്മോപാസനയും കൊണ്ട് ഉള്ള ഒരു വലിയൊരു ആരാധന തന്നെയാണ് ശ്രീ പത്മനാഭ പെരുമാളിന് വേണ്ടി സമർപ്പിക്കുന്നത്. എന്താണ് നമ്മുടെ ഈ മുറശീവേലി എന്ന് പറയുന്നത്? ഓരോ മുറ കഴിയുമ്പോഴും, ഒരു മുറ കഴിയുമല്ലോ, 8 ദിവസം കഴിയുമ്പോൾ 8ാമത്തെ ദിവസം ഒരു ശിവേലിയുണ്ട്. അത് സാധാരണ ശിവേലി പോലെ തന്നെയാണ്. അത് ഓരോ മുറ കഴിയുമ്പോൾ ശിവേലി ആയതുകൊണ്ട് മുറ ശിവേലി എന്ന് പറയുന്നു. സിംഹാസനവാഹനം വെച്ച് തുടങ്ങി മുറയ്ക്ക് പോവുകയാണ്. ഭഗവാൻ ഏറ്റവും പ്രിയം ഗരുഡവാഹനമാണ്. പ്രിയതരം പോലുമല്ല, പ്രിയതമമാണ് ഗരുഡവാഹനം. അതിന് പ്രത്യേക അംഗീകാരവും കൊടുത്തിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെ ശ്രീകോവിലിനകത്ത് ആകെ 2 വാഹനമേ ഉള്ളൂ, ബാക്കിയെല്ലാം വാഹനപ്പുരകളിലാണ്. അത്
പത്മനാഭസ്വാമിയുടെയും നരസിംഹസ്വാമിയുടെയും ഗരുഡവാഹനങ്ങൾ. ശ്രീകോവിലകത്താണ് അവർക്ക് സ്ഥാനം. ഒരു തിരിയും കൊളുത്തും. അത്രമാത്രം എന്താ പറയുന്ന ഒരു പ്രാധാന്യമാണ് ഗരുഡവാഹനത്തിന് കൊടുത്തിട്ടുള്ളത്.